തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നില്ലേ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന ചിന്ത നമ്മെ അലട്ടാറില്ലേ? രാജാവും നബിയുമായ ദാവീദ് 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദ് അധികാരമല്ല, ദൈവ സാന്നിധ്യമാണ് ദൈവത്തോട് ചോദിച്ചത്. നാം ദൈവത്തെ തിരഞ്ഞ് ഓടി നടക്കുകയല്ലേ? ഞാൻ എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാക്ക് തന്നവനാണ് അവൻ ഇമ്മാനുവേലാണ്. നാം അസാധാരണമായ സംഭവങ്ങളിൽ ദൈവത്തെ തിരയുമ്പോൾ ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ ഒന്നുമല്ല, തീയുടെ ശേഷമുണ്ടായ ശാന്തതയിലാണ്. ഏലിയാവെ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്നതായി 1 രാജാക്കന്മാർ 19:13 കാണാം. നമ്മുടെ സമീപമുള്ള ദൈവത്തിന്റെ മൃദുസ്വരത്തിനായി മിണ്ടാതെ ഇരുന്ന് നാം ദൈവത്തെ രുചിച്ചറിയണം. അതിനായി നാം ചെയ്യേണ്ട 5 കാര്യങ്ങൾ. 1. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്കായി ക്രമീകരിക്കണം. അതൊരു ബന്ധത്തിന്റെ തുടക്കമാണ്. ബന്ധം ദൃഢപ്പെടാൻ എന്നും ദൈവവുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. വീട്ടിൽ അതിനുള്ള ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കണം. 2. എല്ലാ ദിവസവും വചന ധ്യാനം ഉണ്ടായിരിക്കണം. വചനം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന മീഡിയ ആണ് വചനം. വിശ്വാസം വചന കേൾവിയാലാണ് വരുന്നതെന്ന് റോമർ 10:17 പറയുന്നു. പരീക്ഷകളിൽ ജയം നേടുവാൻ യേശു ഉപയോഗിച്ചതും ദൈവവചനം തന്നെയാണ്. എഫേസ്യർ 6:17 ദൈവവചനം ആത്മാവിന്റെ വാളാണ് എന്ന് കാണാം. 3. വിശുദ്ധ ജീവിതം നയിക്കണം. പ്രാർത്ഥനയും വചന ധ്യാനവും നമ്മെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരും. വിശുദ്ധ ജീവിതം പാപം വെടിഞ്ഞു ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. 4. സ്തുതിയും ആരാധനയും. പ്രാർത്ഥനയിൽ ദൈവത്തോട് നാം അപേക്ഷിക്കുന്നു, വചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്നു, സ്തുതി ദൈവനാമത്തെ ഉയർത്തുന്നു. 22-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നു. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ബന്ധനം അഴിഞ്ഞതായി അപ്പോസ്തല പ്രവൃത്തി 16:25 വായിക്കുന്നു. 5. നിശബ്ദത. ദൈവം നമ്മോട് പറയുന്നത് കേൾക്കുവാനുള്ള അവസരമാണ് നിശബ്ദത. വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് സംസാരിക്കാനുള്ള അവസരം നാം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകും, ആത്മീയ വ്യക്തത ഉണ്ടാകും, ദൈവ സാന്നിധ്യത്തിന്റെ ആഴം അനുഭവിക്കുവാൻ സാധിക്കും. ഹൃദയവാതിലിൽ സൗമ്യമായി മുട്ടുന്ന ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.